Dear students, today we are discussing about lesson 7 exploring MS Word. കഴിഞ്ഞ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് MS വേർഡിന്റെ ഫീച്ചേഴ്സും MS വേർഡിൽ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അതുപോലെ ഒരു ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നതിനെ കുറിച്ചുമാണ്. At the end of this lesson, you shall be able to recognize how to perform basic formatting on MS Word, type and format content on MS Word, and identify and use keyboard shortcuts on MS Word. ഈ ലെസണിലൂടെ നമ്മൾ എയിം ചെയ്യുന്നത് MS വേർഡിലെ ബേസിക് ഫോമാറ്റിംഗ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. MS വേർഡിൽ ഒരു കണ്ടന്റ് എങ്ങനെ ടൈപ്പ് ചെയ്യുന്നു, അതെങ്ങനെ ഫോമാറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. MS വേർഡിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട്കട്ട് കീകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നിവയാണ്. Arranging words or creating different styles of word on MS Word is called as formatting. Formatting is used to make your document appear the way you want it to. For example, a leave letter format is different from formatting a resume. Well, there are many methods to create different formats on MS Word. You can make a word look bold, slant, underlined or colorful if you need. MS വേർഡ് ഉപയോഗിക്കുന്നതിലൂടെ അതിലെ വേർഡ്സ് അറേഞ്ച് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് വേർഡ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയോ ആണ് ഫോമാറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വേർഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് നമുക്ക് ഏത് തരത്തിലാണോ അപ്പിയർ ചെയ്ത് കാണേണ്ടത് അത് ഫോമാറ്റിംഗ് യൂസ് ചെയ്യുന്നതിലൂടെ സാധ്യമാകുന്നു. MS വേർഡിൽ ഒരുപാട് ഡിഫറെന്റ് ഫോമാറ്റുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേജിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു റെസ്യൂമിന്റെ ഫോമാറ്റ് പോലെയാകില്ല ലീവ് ലെറ്ററിന്റെ ഫോമാറ്റ്. ഈ രണ്ട് ഫോമാറ്റുകൾ തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. നമ്മളിപ്പോ ഒരു പേപ്പർ വർക്ക് ആയാണ് റെസ്യൂം, അതായത് നമ്മുടെ ബയോഡാറ്റയും ലീവ് ലെറ്ററും എഴുതി തയ്യാറാക്കുന്നതെങ്കിൽ ഇതിലെ കണ്ടന്റുകളൊക്കെ രണ്ട് തരം ഫോർമാറ്റുകളായാണ് എഴുതേണ്ടി വരിക. അതുപോലെ തന്നെയാണ് MS വേർഡിൽ നമ്മൾ റെസ്യൂമും ലീവ് ലെറ്ററും ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിലും ഫോമാറ്റ് വ്യത്യാസം ഉണ്ടാകും. ചുരുക്കി പറയുകയാണെങ്കിൽ MS വേർഡിൽ ഡിഫറെന്റ് ഫോമാറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ആവശ്യകതയ്ക്കനുസരിച്ച് വാക്കുകളുടെ കട്ടി കൂട്ടാനും അഥവാ ബോൾഡ് ആക്കാനും, വാക്കുകൾ ചെരിക്കാനും മീൻസ് ഇറ്റാലിക്സ് ആക്കാനും, വാക്കുകളുടെ താഴെ അണ്ടർലൈൻ കൊടുക്കാനും, അതുപോലെ വാക്കുകൾക്ക് കളർ കൊടുക്കാനും വളരെ ആകർഷണീയമാക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ് സേവ് ചെയ്യുമ്പോൾ ഫയൽ നെയിമിന്റെ കോളത്തിലാണ് നമ്മൾ ഡോക്യുമെന്റ് നെയിം കൊടുക്കേണ്ടത്. MS വേർഡിൽ ഡോക്യുമെന്റ് സേവ് ചെയ്യുന്നതെങ്കിൽ ഫയൽ ടൈപ്പിൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് ഡീഫോൾട്ട് ആയി സ്ക്രീനിൽ അപ്പിയർ ചെയ്തിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒരു ഗ്രാഫിക്കൽ ഇമേജ് ആണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഇനി നമുക്ക് MS വേർഡിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ടൈപ്പിംഗ് സാധ്യമാകുന്നത് എന്ന് നോക്കാം. Adding text or typing in MS Word. First one, the insertion point is the blinking vertical line in the document. It indicates where one can enter text on the page. You may use the insertion point in a variety of ways. Next, place the cursor where you want to add the text. Next, start typing. Add spaces. Press the space bar to add spaces after a word or in between text. ഒരു ബ്ലാങ്ക് ഡോക്യുമെന്റ് MS വേർഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഡോക്യുമെന്റിലെ ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുന്നത് ബ്ലിങ്കിങ് വെർട്ടിക്കൽ ലൈൻ ആണ്. എന്ന് വെച്ചാൽ ഒന്നിടവിട്ട് തെളിയുകയും മറയുകയും ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ ആണ് ബ്ലിങ്കിങ് വെർട്ടിക്കൽ ലൈൻ. സാധാരണയായി ഇതിനെ കേഴ്സർ എന്നും പറയുന്നു. ബ്ലാങ്ക് ഡോക്യുമെന്റിൽ എവിടെയാണോ ടെക്സ്റ്റ് എൻ്റർ ചെയ്യേണ്ടത് അതാണ് ഈ ബ്ലിങ്കിങ് വെർട്ടിക്കൽ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കേഴ്സറിനെ നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് എവിടെയാണോ ടെക്സ്റ്റ് എൻ്റർ ചെയ്യേണ്ടത് അവിടെ കേഴ്സർ വെക്കുക. ദെൻ ഇനി ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു വേർഡ് ടൈപ്പ് ചെയ്തതിനു ശേഷമോ രണ്ട് ടെക്സ്റ്റുകൾക്കിടയിലോ സ്പേസ് ആവശ്യമാണെങ്കിൽ കീബോർഡിലെ സ്പേസ് ബാർ പ്രസ് ചെയ്യുക. സ്പേസ് ബാറും എൻ്റർ കീയും കീബോർഡിൽ എവിടെയാണ് അപ്പിയർ ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ഇമേജ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. ന്യൂ പാരഗ്രാഫ് ലൈൻ. Press enter on the keyboard to move the insertion point to the next paragraph line.
Manual placement. Once you begin typing, use the mouse to move the insertion point to a specific place in the document. Simply click the location in the text where you want to place it. ഒരു പുതിയ പാരഗ്രാഫ് ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് കീബോർഡിലെ എൻറ്റർ കീ പ്രസ് ചെയ്ത് കഴ്സറിനെ നെക്സ്റ്റ് പാരഗ്രാഫ് ലൈനിലോട്ട് മൂവ് ചെയ്യിപ്പിക്കുക. മാനുവൽ പ്ലേസ്മെന്റ്. ടൈപ്പ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ മൗസ് ഉപയോഗിച്ചുകൊണ്ട് കഴ്സർ നിങ്ങൾക്ക് ഡോക്യുമെന്റിന്റെ ഏത് ഭാഗത്തേക്കും മൂവ് ചെയ്യിപ്പിക്കാവുന്നതാണ്. എവിടെയാണോ കഴ്സർ പ്ലേസ് ചെയ്യേണ്ടത് ആ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ കഴ്സർ അവിടെ അപ്പിയർ ചെയ്യുന്നതാണ്. Arrow keys. You can also use the arrow keys on the keyboard to move the insertion point. The left and right arrow keys will move between adjacent characters on the same line. The up and down arrows will move between paragraph lines. Press Ctrl plus left or Ctrl plus right to quickly move between words. Cursor move ചെയ്യിപ്പിക്കാൻ വേണ്ടി arrow keysഉം ഉപയോഗിക്കാവുന്നതാണ്. ഒരു ലൈനിന്റെ ഇടത്തോട്ടും വലത്തോട്ടും കഴ്സർ മൂവ് ചെയ്യിപ്പിക്കാൻ യഥാക്രമം ലെഫ്റ്റ് റൈറ്റ് ആരോ കീകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പ് ആൻഡ് ഡൗൺ ആരോ കീസ് ഉപയോഗിച്ചുകൊണ്ട് മുകളിലുള്ളതും താഴെയുള്ളതുമായ ലൈനുകളിലോട്ട് കഴ്സർ മൂവ് ചെയ്യിപ്പിക്കാവുന്നതുമാണ്. ഇടത്തോട്ട് കഴ്സർ മൂവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് എല്ലും വലത്തോട്ട് കഴ്സർ മൂവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് ആറും പ്രസ് ചെയ്താൽ മതി. അടുത്തത് ഒരു സ്പെസിഫിക് ടെക്സ്റ്റിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്ന് നോക്കാം. ഫോർമാറ്റിംഗ് സ്പെസിഫിക് ടെക്സ്റ്റ്. ബിഫോർ യു മൂവ് ഓർ ഫോർമാറ്റ് ടെക്സ്റ്റ്, സെലക്ട് ഇറ്റ്. To do this, click and drag the mouse over the text, then release the mouse. A highlighted box will appear over the selected text. ഒരു ടെക്സ്റ്റ് മൂവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അത് ഫോർമാറ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് ടെക്സ്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നീട് മൗസ് റിലീസ് ചെയ്യാവുന്നതാണ്. ഈ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന്റെ മുകളിൽ ഒരു ഹൈലൈറ്റഡ് ബോക്സ് അപ്പിയർ ചെയ്ത് വരും. ആ ബോക്സിൽ കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന്റെ ഫോണ്ട് സൈസ്, ഫോണ്ട് കളർ ഓർ ടെക്സ്റ്റ് ബോൾഡ്, ഇറ്റാലിക്സ് ഓർ അണ്ടർലൈൻ ഇവയൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് വളരെ അട്രാക്റ്റീവ് ആക്കാൻ സാധിക്കുന്നു. സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് മുകളിൽ അപ്പിയർ ചെയ്തു വരുന്ന ഹൈലൈറ്റ് ബോക്സും അതിലെ ഓരോ ഫങ്ഷൻസും എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നതാണ് ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്നത്. When you select text or image in Word, a hover toolbar with command shortcuts will appear. If the toolbar does not appear at first, try hovering the mouse over the selection. എപ്പോഴാണോ വേർഡിലുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഷോർട്ട് കട്ടോട് കൂടിയ ഒരു ടൂൾ ബാർ കമാൻഡ് സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് മുകളിലായി വരും. അഥവാ അങ്ങനെ ഒരു ടൂൾ ബാർ അപ്പിയർ ചെയ്ത് വരുന്നില്ലെങ്കിൽ മൗസ് പോയിന്റർ മുകളിലോട്ട് നീക്കിയാൽ മതി. അപ്പോൾ ടൂൾ ബാർ അപ്പിയർ ചെയ്യുന്നതാണ്. To select multiple lines of text. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റിലെ മൾട്ടിപ്പിൾ ലൈൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഫസ്റ്റ്, move the mouse pointer to the left of any line so that it becomes a right slanted arrow. Next, left click the mouse, the line will be selected. To select multiple lines, click and drag the mouse up or down. To select all of the text in the document, choose the select command on the home tab, then click select all. Alternately, you can press Ctrl plus A on the keyboard. നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഒരു ലൈൻ സെലക്ട് ചെയ്തിട്ട് ഇടത്തെ അറ്റത്തേക്ക് മൗസ് പോയിന്റർ മൂവ് ചെയ്യുമ്പോൾ വലതുവശത്തേക്ക് ചെരിഞ്ഞ ഒരു ആരോ അപ്പിയർ ചെയ്യും. അതിനുശേഷം മൗസ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നതിലൂടെ ആ ലൈൻ സെലക്ട് ചെയ്യപ്പെടുന്നു. ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ്, അതായത് ഒന്നിൽ കൂടുതൽ ലൈൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മൗസ് ഉപയോഗിച്ചുകൊണ്ട് മുകളിലെയോ താഴെയോ ഉള്ള ലൈൻസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ടൈപ്പ് ചെയ്ത ഡോക്യുമെന്റിലെ എല്ലാ ടെക്സ്റ്റുകളും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹോം ടാബിന്റെ മുകളിലെ വലത് ഭാഗത്തെ കോർണറിലുള്ള സെലക്ട് കമാൻഡ് ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ കീബോർഡിലുള്ള Ctrl plus A കീസ് ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ടോ ഡോക്യുമെന്റിലുള്ള മുഴുവൻ ടെക്സ്റ്റുകളും സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും.
പിന്നെ നമുക്ക് MS Wordൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. To delete text. To delete text to the left of the insertion point, press the backspace key on your keyboard. To delete text to the right of the insertion point, press the delete key on your keyboard. Next, select the text you want to remove, then press the delete key. Then last, if you select text and start typing, the selected text will automatically be selected and replaced with the new text. കീബോർഡിലെ ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്തുകൊണ്ടോ കഴ്സറിന്റെ ലെഫ്റ്റ് അതായത് ഇടത് സൈഡിലുള്ള ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യാം. കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴ്സറിന്റെ റൈറ്റ് അതായത് വലത് സൈഡിലുള്ള ടെക്സ്റ്റും നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. റിമൂവ് ചെയ്യേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. Then last, റിമൂവ് ചെയ്യേണ്ട ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവുകയും നമ്മൾ പുതിയതായിട്ട് ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അടുത്തത് കീബോർഡിൽ ഉപയോഗിക്കുന്ന MS Wordന്റെ ഡിഫറെന്റ് ഷോർട്ട് കട്ട് കീസ് ആണ്. ഫസ്റ്റ് വൺ Ctrl+R, റൈറ്റ് അലൈൻ സെലക്ടഡ് ടെക്സ്റ്റ്. സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് റൈറ്റ് അലൈൻ ചെയ്യാനാണ് Ctrl+R കീസ് യൂസ് ചെയ്യുന്നത്. Ctrl+L, ലെഫ്റ്റ് അലൈൻ സെലക്ടഡ് ടെക്സ്റ്റ്. അതുപോലെ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് ലെഫ്റ്റ് അലൈൻ ചെയ്യാനാണ് Ctrl+L കീസ് യൂസ് ചെയ്യുന്നത്. Ctrl+A, സെലക്ട് ഓൾ. ടൈപ്പ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിലെ എല്ലാ ടെക്സ്റ്റുകളും സെലക്ട് ചെയ്യാനാണ് Ctrl+A കീസ് യൂസ് ചെയ്യുന്നത്. ഈ ലെസണിന്റെ കണ്ടിന്യൂഷൻ ആയ സ്റ്റാൻഡേർഡ് ടൂൾബാർ ആൻഡ് ഫോർമാറ്റിംഗ് ടൂൾബാർ, വേരിയസ് ടെക്സ്റ്റ് അലൈൻമെന്റ്സ്, ഇൻസേർട്ട്, ടാബ് ആൻഡ് ഓൾസോ ഷോർട്ട് കട്ട് കീസ് എന്നിവ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.